ഭാഗ്യവാരം. ധനുരാശിക്കാരുടെ ജൂലൈ മാസത്തിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ശർമാജിയോട് ചോദിച്ചു മനസ്സിലാക്കാം. മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്നതാണ് ധനു രാശി. പൈതൃകപരമായും സ്ത്രീ പുരുഷ സൗഹൃദപരമായും കഠിനാധ്വാനത്തിലൂടെയും പങ്കുചേർന്നുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരവും നഷ്ടപ്പെട്ടു പോയതോ ഉപേക്ഷിക്കപ്പെട്ടതോ വലിയ ലാഭമൊന്നുമില്ല എന്ന് കരുതി നിസ്സാരവൽക്കരിച്ചതോ ആയ കാര്യാദികൾ വിവാഹത്തിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും സ്ത്രീക്ക് പുരുഷനിലൂടെയും പുരുഷന് സ്ത്രീയിലൂടെയുള്ള സൗഹാർദ്ദങ്ങളിലൂടെയും കൂട്ടായ്മ പ്രവർത്തനങ്ങളിലൂടെയും കഠിനമായ നിരന്തര അധ്വാനത്തിലൂടെയും അവ വീണ്ടെടുക്കുകയോ തിരിച്ചെടുക്കുകയോ അല്പസ്വല്പം നഷ്ടകഷ്ടങ്ങൾ സഹിച്ചാൽ പോലും അവ തിരിച്ചു പിടിക്കുന്ന അല്ലെ തിരിച്ച് ഏറ്റെടുക്കുന്ന ഒരു ജൂലൈ മാസമാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഈ മാസം 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യങ്ങളിൽ കുടുംബപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും സൗഹാർദ്ദപരമായും ദാമ്പത്യപരമായും ഉണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം മാറി നഷ്ടപ്പെട്ടെന്ന് കരുതിയോ തിരിച്ചെടുക്കുകയും പുതിയ ജീവിത ഉപാധികൾ, ജീവിത സന്നാഹങ്ങൾ, തൊഴിൽ സന്നാഹങ്ങൾ, സാമ്പത്തിക ഉറവിടങ്ങൾ, പുതിയ ഉണർവും ഉന്മേഷവും മുൻകാലത്തെ പൂർവികന്മാർ സമ്പാദിച്ച ഏതെങ്കിലും ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിൽ വലുത് സാമ്പത്തികവും സ്ത്രീ പുരുഷ സൗഹാർദ്ദത്താൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള മാസങ്ങൾ. അവയിൽ 15-ഉം 16-ഉം തീയതികളിലാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യം, സാമ്പത്തികം, അതുപോലെ തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, സംഭാഷണം, പ്രവർത്തനം, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം 15-ഉം 16-ഉം വളരെ ശ്രദ്ധിക്കണം. കാരണം കണ്ടകശനിയും അഷ്ടമവ്യാഴവും സഞ്ചരിക്കുന്ന രാശിയാണ് ധനുരാശിക്കാർ. അഷ്ടമത്തിൽ വ്യാഴം തൊട്ട തൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും. മാതൃദുഃഖവും മാതൃവിരഹവും ദേഷ്യവും ശാപവും ദുഃഖവും ഏറ്റുവാങ്ങേണ്ട സമയമാണ്. കണ്ടകശനി നിൽക്കുന്നതുകൊണ്ട് കുടുംബജനങ്ങൾ ദുരിതവും രോഗവും, സന്താനങ്ങൾ ഇപ്രകാരവും, വാഹനം, മാതാവ്, കുടുംബം, മൂലകുടുംബം ഇവ സംബന്ധിച്ച് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുകയും വാഹന സംബന്ധമായ ചില പ്രതിസന്ധികളൊക്കെ 15-ഉം 16-ഉം തീയതികളിലൊക്കെ വരികയും ചെയ്യും. ഇവയെല്ലാം വന്നിരുന്നാലും ശരി, സംഘടിതമായ പ്രവർത്തനങ്ങളും പൈതൃകമായ അനുഗ്രഹവും സഹായങ്ങളും സ്ത്രീ പുരുഷ സൗഹാർദ്ദവും വൈവാഹിക മേഖലയിൽ നിന്നുള്ള വരുമാനവും മറ്റിതര സഹായങ്ങളും കൊണ്ട് 20-ാം തീയതി മുതൽ തൊഴിൽ, കുടുംബം, സാമ്പത്തികം, ആരോഗ്യം, ഇതര മേഖലകളിൽ വ്യാപരിക്കും മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പുഷ്ടിപ്പെടുന്ന സംഭവമാണ് ജൂലൈ മാസം. അതിൽ ദോഷസന്ധി നിൽക്കുന്നതിനാൽ, അഷ്ടമവ്യാഴവും കണ്ടകശനി നിൽക്കുന്നതിനാൽ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സമയം, ഗ്രഹനിലകൾ, ദശാകാലങ്ങളൊക്കെ നോക്കി ശനിഗ്രഹം, വ്യാഴഗ്രഹം എന്നിവയുടെ ഗുണദോഷ നിൽപ്പ് മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്തു വരുന്ന പക്ഷം വൻ നഷ്ടങ്ങളും ക്ലേശങ്ങളും മാറി ശുഭഫലങ്ങൾ ജൂലൈ മാസം വരുന്നതാണ്. ശർമ്മജി, ധനുരാശിയിൽപ്പെട്ട അവർക്ക് നമ്മുടെ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഈ രാശിയിൽപ്പെട്ടവർക്ക് വിദേശ യാത്രയ്ക്ക് പോകുമ്പം ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണ്ടേ? അതായത് 4-ൽ ശനിയാണ്. അതായത് ഡോക്യുമെൻറ്റ്സ് കറണ്ടല്ല, അല്ലെങ്കിൽ ചെന്നെത്തേണ്ടടുത്ത് ജോലി സ്ഥിരതയില്ല. അഷ്ടമവ്യാഴവും കണ്ടകശനിയും നിൽക്കുന്നവർക്ക് തൊട്ട തൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും. ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പണമൊക്കെ കൊടുത്താണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിൽ അവർ തട്ടിപ്പ് ഒക്കെ നടത്തി, അതല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയി, യുദ്ധമോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഡോക്യുമെൻറ്റ്സ് എങ്കിൽ അറിയാമല്ലോ, ഇപ്പം അതെല്ലാം കത്തിപ്പോവും, പിന്നെ രണ്ടാമത് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അതിന് പുറപ്പെടാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. കാശ് കളയണ്ട. തന്നെയുമല്ല,
വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഈ രാശിക്കാർക്ക് വലയും ക്രിമിനൽ കുറ്റം, തടവോ പിഴശിക്ഷയോ, ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെടാനോ തടവോ പിഴയോ ഒക്കെ കിട്ടുന്ന സമയമാണ്. ജാതകനില ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് ശനി വ്യാഴഗ്രഹം ദോഷസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ അല്ലെ വിഷമസന്ധിയിൽ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ അല്ലെ നിസ്സഹായാവസ്ഥയിൽ ആയിരിക്കുന്ന ഈ രാശിക്കാർ തൽക്കാലം രക്ഷപ്പെടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും റെക്കമെൻഡുകളും പ്രതിവിധികളും പ്രാർത്ഥനകളും നൊയമ്പുകളും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് കിടക്കുന്ന വർഷമാണ് 2026 2027 കാലഘട്ടം. ഇനി എന്താ, പൊതുവെ അവർക്ക് ഈ സമയം ദോഷമാണ്. പണം കളയണ്ട, നാട്ടിലെവിടെയെങ്കിലും ചുരുണ്ടുകൂടിക്കൊള്ളുക, വെളിയിലിരിക്കുന്നവർ ഇങ്ങോട്ടും വരാൻ നോക്കണ്ട, അവനുണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം പുതുക്കണം. കൊടുത്താൽ ആരുടെയും കുറ്റമല്ല, ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അബദ്ധത്തിലോ അമളിയിലോ ചതിയിലോ വെട്ടിലോ ആരെങ്കിലും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റാരെങ്കിലും ചെയ്ത ദോഷങ്ങൾ നമ്മുടെ തലയിൽ, ഈ രാശിക്കാരുടെ തലയിൽ വന്നിട്ട് ക്രിമിനൽ കുറ്റമോ ശിക്ഷയോ ഒക്കെ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ. ഇനി വിദേശത്തൊന്നും പോകുന്നില്ല, ഒരു യുവതിയാണ് ഈ രാശിപ്പെട്ടത്. പെട്ടെന്ന് ഭർത്താവിന് കലിപ്പുണ്ടാകുക, ഗൾഫിൽ ആരെങ്കിലും എന്തെങ്കിലും ഊമക്കത്തുകളൊക്കെ മൊബൈലേ വിട്ടു, ചെവിയുടെ കുത്തിയ പോലെയാണ് വരവ്. പറഞ്ഞാൽ വല്ലതും കേൾക്കൂ, അവിടെ അനുസരിച്ചൊക്കെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, ക്ഷമയോടെ. 2-3 ദിവസം കഴിയുമ്പം പൊതുവെ ശാന്തമാവും. 2027 മുതൽ ഇവർ അനുകൂലമായിരിക്കും. അത് ചില മാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഈ മാസം പൊതുവെ വിപരീതമാണ്. മകരം രാശിക്കാരുടെ ജൂലൈ മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ശർമാജിയോട് ചോദിക്കാം. മകരം രാശി ഉത്രാടം, തിരുവോണം, അവിട്ടം ആദ്യത്തെ 30 നാഴിക. ഈ രാശിക്കാർ 2 നക്ഷത്രം അടങ്ങുന്നതാണ് മകരം രാശി എന്ന് പറയുന്നു. ഈ രാശിക്കാർക്ക് 3-ൽ ശനിയും 7ാം വ്യാഴവും സഞ്ചരിക്കുന്ന കാലം രോഗം, ദുരിതം, ദാരിദ്ര്യം, അനാരോഗ്യം, ശത്രു, വിഘ്നം, വിരോധി ഇങ്ങനെയുള്ളവർ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. ആരൊക്കെ? ശത്രുക്കൾ, രോഗങ്ങൾ, അമിതമായ ദുഃഖങ്ങൾ, വിരോധികൾ, ശക്തമായ തടസ്സങ്ങൾ, ഇതെല്ലാം ജൂൺ 2-ാം തീയതി മുതൽ ക്രമാനുഗതമായി ഒഴിഞ്ഞു പോകുന്ന സമയമാണ്. എന്നാൽ കംപ്ലീറ്റ് ഒഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ മഴയെല്ലാം പെയ്ത് കഴിയുമ്പോഴും വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് നോക്കണം, കുറേശ്ശെ പിന്നെയും വെള്ളം വീഴും ഇല്ലേ? മഴ പെയ്താലും മരം വീഴുമെന്നാണ്, കുറച്ച് മണിക്കൂർ നേരത്തേക്ക് എന്ന് പറഞ്ഞ പോലെ 1-2-3 മാസത്തേക്കൂടെ ഈ രോഗവും ദുരിതവും വിഘ്നവും അലച്ചിലും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. എങ്കിലും പഴയ പോലെ തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യുന്ന പോലുള്ള ആ ശക്തിയൊന്നുമില്ല. അവയെല്ലാം ഒഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലവും. അങ്ങനെ ഒഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ചില നന്മകളുടെ സുഗന്ധമായ കാറ്റ് വീശുന്ന കാലം. വസ്തു ഇല്ലാത്തവർക്ക്, വസ്തു വാങ്ങാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക്, വിലയ്ക്ക് വാങ്ങുമോ അല്ലെ കുടുംബത്തിൽ നിന്ന് പാർട്ടീഷൻ നടത്തി കിട്ടുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ പണം മുടക്കി പിന്നീട് തവണയായിട്ട് മുടക്കിയ വസ്തു കിട്ടുകയോ, വീട് ചിലപ്പം വില്ലയാവാം, ഫ്ലാറ്റാവാം, അല്ല ചെറിയൊരു വീടാവാം, വലിപ്പച്ചെറുപ്പം പറയാൻ ബുദ്ധിമുട്ടാണ്. ഗ്രഹം പണിയുക, വസ്തു, വീട്, വണ്ടി എടുക്കാനുള്ള ഒരു ജോലി കിട്ടി, ഒരു വണ്ടി വേണം, കാർപ്പച്ചൊരു കാറ് കിടക്കണം, അല്ലെങ്കിൽ ഒരു ഉപജീവനമാർഗം ഒരു ടാക്സി എടുക്കണം എന്നൊക്കെയുള്ള മോഹമുള്ളവർക്ക് അവർക്ക് ചിട്ടി, ലോണ്, വാഹനം, വസ്തു, വീട്, കല്യാണമൊക്കെ നടക്കാതെ ഇരിക്കുന്ന പ്രായമൊക്കെ ആയിട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് കല്യാണം ആലോചിച്ചാൽ കല്യാണം, പുതുബന്ധങ്ങൾ, വേഷഭൂഷണാദികൾ,
പുണ്യദേവാലയ ദർശന യോഗം. പള്ളിയെങ്കിൽ പള്ളി, മോസ്കെങ്കിൽ മോസ്ക്, അമ്പലമെങ്കിൽ അമ്പലം, ഗുരുമന്ദിരമെങ്കിൽ ഗുരുമന്ദിരം, പുണ്യ സ്ഥലങ്ങൾ, അതുപോലെ വിസിറ്റിംഗ് തേക്കടി, മൂന്നാർ, വരയാടുകളെ കാണാൻ പോകുന്നു, അല്ലെ അണ്ടള കുണ്ടള ഡാം, അതല്ലെങ്കിൽ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ. സർവോപരി ഒരു 20-ാം തീയതി മുതൽ കൂടുതൽ കുടുംബപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവും സാമ്പത്തികപരവും ദാമ്പത്യപരവും ഇടപെടും മേഖലകൾ, വ്യാപരിക്കുന്ന മേഖലകളിൽ ദാമ്പത്യപരമായി കുറെ കൂടെ സൗഹൃദവും സന്തോഷവും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിലും മാറി. വളരെ കാലമായി പരാതി പറയുന്നു, വീടില്ല, വസ്തുവില്ല, അല്ലെ വീട് പുതുക്കണം, അല്ലെ പെണ്ണിനെ കെട്ടിക്കണം, അല്ലെങ്കിൽ ചെറുക്കന് ഒരു വണ്ടി എടുത്ത് കൊടുക്കണം എന്നൊക്കെ നിരന്തരമായി ഭാര്യ പറയുന്നു. ശരി, കേട്ടേക്കാം. കേട്ടു. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളെല്ലാം, ലോണുമെല്ലാം പാസ്സായി. മക്കൾക്കാണെങ്കിൽ നല്ല വിവാഹം നടന്നു. അല്ലെങ്കിൽ മക്കൾക്ക് ഏതെങ്കിലും 2-3 പ്ലോട്ടുണ്ടെങ്കിൽ ഒരു പ്ലോട്ട് മകന്, ഒരു പ്ലോട്ട് മകൾക്ക്, ഇങ്ങനെ ഷെയർ ചെയ്യുവാനും, ഇതൊന്നുമല്ലാതെങ്കിലും അത്രമാത്രം പണങ്ങിപ്പിരിഞ്ഞൊക്കെ നിൽക്കുന്ന ദമ്പതികൾക്ക് കൂടിച്ചേരുവാനും സൗഹാർദ്ദം എത്തിച്ചേരുവാനും പൊതുവെ അനുഗ്രഹീതമായ മാസമാണ്. അതിൽ 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഏറ്റവും നല്ല കാലമാണ്. എന്തെങ്കിലും ദോഷങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനില നോക്കി, പ്രത്യേകിച്ച് നവഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു, പ്രത്യേകിച്ച് രാഹുഗതുക്കൾ, അതാണ് ഈ രാശിക്കാർക്കിപ്പോൾ ഉള്ള ദോഷങ്ങൾ. കാരണം വയറ്റിനും തലയ്ക്കും അസുഖങ്ങൾ വരുമെന്നാണ്. അബ്ഡോമിനൻ, ഉദരസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ചെവി, മൂക്ക്, തൊണ്ട ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രക്തസംബന്ധമായിട്ടോ വെയിൻ സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള, അസ്ഥി സംബന്ധമായിട്ടൊക്കെ ഉള്ള രോഗങ്ങളൊക്കെ വരിക. ഇവയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പം ഹെഡ് ഇഞ്ചുറി, അബ്ഡോമിനൽ ഇഞ്ചുറി രോഗങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കൊക്കെ അനുകൂലമായ സ്കാനിങ്, ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ് ജൂൺ 2 മുതൽ. അനുകൂലമായ സമയം തുടങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ആ ഗ്രഹം ശക്തി പ്രാപിച്ചു വരുന്നേ ഉള്ളൂ. അതിനനുസരിച്ച് അനുകൂലമായ കാലം ശക്തി പ്രാപിച്ച് നമുക്ക് വരുന്ന ആഗസ്റ്റ് മാസത്തോടു കൂടി അല്പം കൂടെ ഭേദപ്പെട്ട നിലയിൽ ഇവരുടെ ഭാവി കാര്യങ്ങളെ എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ, കേൾക്കത്തക്ക നിലയിൽ നമുക്ക് ഭാവി പ്രവചിക്കാൻ അവസരം കാണുന്നുണ്ട്. അതുവരെ ക്ഷമയോടെയും സഹനശക്തിയോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത മാസം പുതിയ വിശേഷങ്ങളും പ്രവചനങ്ങളുമായി കാണുന്നവരേക്കും നന്ദി. ഭാഗ്യവാരോ